സാറേ, ഇന്നലെ ബംഗ്ലാദേശിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി സന്ദർശനം നടത്തി. ഹിന്ദുക്കൾക്കെതിരായി നിരന്തരം ആക്രമണം നടക്കുന്നുണ്ട്. അതിൽ ബംഗ്ലാദേശ് നിലപാട് വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇനി എന്തായിരിക്കും ബംഗ്ലാദേശിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ ആക്രമണങ്ങൾ തുടരാനാണോ സാധ്യത? തുടരും. അങ്ങനെ ഇന്ത്യ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. ആരും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ അമേരിക്ക ഉണ്ടല്ലോ. ട്രംപ് വന്നിട്ട് എങ്ങനെ, ട്രംപ് പൊതുവെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന ആളാണ്. ട്രംപ് വന്നതിന് ശേഷം വല്ല ട്രംപിന്റെ ഇമ്പാക്ട് കൊണ്ട് വന്ന മാറ്റം ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം അവർക്കത് ഇന്ത്യ നേരിട്ട് ഇത് അറ്റാക്ക് ചെയ്യില്ല. ഇന്ത്യ നേരിട്ട് ഇത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഭ്യന്തര പ്രശ്നത്തെ കൈകടത്തിലേക്ക് പോകും. അപ്പോൾ കാശ്മീർ പ്രശ്നത്തിൽ പാകിസ്ഥാൻ പറയുന്നത് ശരിയാവും. കാരണം കാശ്മീർ പ്രശ്നം നമ്മൾ പറയുന്നത് നമ്മുടെ ആഭ്യന്തര പ്രശ്നമാണ്, പാകിസ്ഥാൻ പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ്. അതല്ല, അത് ഡിഫൈൻ ചെയ്യാത്തൊരു, വിഭജനത്തിൻ്റെ സമയത്ത് കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടാത്തൊരു ഏരിയ എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പമാണ്, ബേസിക്കലി ഇന്ത്യക്കൊപ്പമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയുടെ ഇഷ്യൂസിൽ ഇടപെടുന്നു എന്നൊരു ഫീലാണ്. അപ്പം നമ്മൾ ബംഗ്ലാദേശിൽ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഇതേ ഫീൽ നമുക്കെതിരെ വരും. അപ്പം ലോകമാണെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കുക. അത് കുറേ കാലമായി തുടങ്ങിയിട്ട് ഒന്ന് പിടിക്കാനൊന്നും കിട്ടാത്തതുകൊണ്ടാണ് അവർക്ക് അത് നിരാശരായിരിക്കുന്നത്. യൂനിസെൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ ഇന്ത്യ ഇടപെടേണ്ടത്. അതാണ് നിലപാടാണ്, ആഭ്യന്തര കാര്യമാണ്, ശരിയാണ്. അപ്പം അവിടെയാണ് അതിൻ്റെ ഡെഡ് ലോക്ക് കിടക്കുന്നത്. അപ്പം ഇന്ത്യനെ അവർ ഭയപ്പെടുകയും അല്ലെ ഇന്ത്യൻ്റെ ഒരു ഡോമിനൻസ് അവർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്നിപ്പോൾ അവർക്ക് ഈ പറയുന്ന അമേരിക്കയുടെ ഒരു ഇൻട്രസ്റ്റ് അതിൽ ഓപ്പണായി വരുന്നതിന് മുമ്പെയോ, ഇന്ത്യക്കെതിരെ അമേരിക്കൻ താല്പര്യങ്ങൾ കളിക്കുന്നതിന് മുമ്പേ, ബൈഡന്റെ അവസാന കാലഘട്ടം ആകുമ്പോഴേക്കും ഇന്ത്യക്കെതിരെ അമേരിക്കൻ താല്പര്യങ്ങൾ അതിൽ കടിച്ചു തുടങ്ങി. ഈ ട്രംപ് ഇതിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ട്രംപ് പൊതുവെ പ്രോ ഇന്ത്യനാണ്. ഇന്റർനാഷണൽ വിഷയങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അക്രമങ്ങൾ പോയൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഈ വിഷയത്തിൽ ജനുവരി വരെ ഒരു കാത്തിരിപ്പ് വേണ്ടി വരും. അതിനിടയ്ക്ക് ചിലപ്പോൾ അവർ പരമാവധി ചെയ്യാൻ പറ്റുന്ന ഡാമേജ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ, അമേരിക്കയ്ക്ക് ഹിന്ദുക്കളോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. ആദ്യം മനസ്സിലാക്കണം. അമേരിക്ക ഒരുപക്ഷെ ഹിന്ദുക്കളെക്കാളും താല്പര്യം മുസ്ലിങ്ങളോടാണ്. കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാക്കുക, ലോകത്ത് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലാണ് അമേരിക്കയ്ക്ക് ഇടപെടാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമല്ല, ലോകത്ത് ഹിന്ദുക്കളെക്കാളും പോപ്പുലേഷൻ ഉള്ള മുസ്ലിങ്ങളാണ്. അവിടെ കോറായിട്ടുള്ള രാജ്യങ്ങൾ മുസ്ലിങ്ങളുടെ കയ്യിലാണ്, ക്രിസ്ത്യൻസ് കഴിഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഹിന്ദുക്കളെക്കാളും താല്പര്യം ഗ്ലോബലി നോക്കുമ്പോൾ മുസ്ലിങ്ങളാണ്. മനസ്സിലായി? അതുകൊണ്ട് ഓവർ റെസ്പെക്റ്റ് ചെയ്യരുത് അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട്. അതിനവർക്ക് കൂടുതൽ ഗുണകരം. ഇപ്പോൾ ഒരു ജിലാനിനെയൊക്കെ അല്ലെങ്കിൽ ഒരു മുല്ലാ ഉമറിനെയൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഗ്ലോബലി. പക്ഷേ അതേപോലെ ഒരു ലോറൻസ് ബിഷ്ണോയൊക്കെ ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഈ ഒരു വിഷയത്തിലൊരു പ്രോ മുസ്ലിമായിട്ട് അവർ നിൽക്കുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇത്രയും വഷളാവാൻ ഒരു കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ ഒരു അഭയാർത്ഥി പോലെ ഇന്ത്യ കരുതി ഇവിടെ ഒരു ഇടം കൊടുത്തത് കൊണ്ടായിരിക്കുമോ? അതാണ്. ഷെയ്ഖ് ഹസീനയുടെ അവർക്ക് പോയ പ്രതികാരം ചെയ്യാനുണ്ട്. പേഴ്സണലി ഈ വന്ന് യൂനിസ് നാഥിനൊക്കെ ഇവിടെ ജയിലിലിട്ടാണല്ലോ, ഖാലിദാസിയാനോ മക്കളെ. പിന്നെ ഇവരുടെ വാപ്പാനെ കുടുംബത്തെ വെടിവെച്ച് കൊന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെ മൊത്തം അവർ പിടിച്ച് തൂക്കിലേറ്റിട്ടുണ്ട്. അപ്പോൾ ഇവർ കൈ കെട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവരെ ഏതൊക്കെ രീതിയിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ പറ്റുമോ, പ്രായമൊന്നും അവർ നോക്കില്ല. പിന്നെ അവന്മാരൊക്കെ ഒരു സെക്സ് മാനൊക്കെ നാളുകളാണ് അതായത്. അപ്പോൾ അതൊക്കെ അവർ ചെയ്യും. അല്ല, ഇന്ത്യ അപ്പോൾ എന്ത് നിലപാടാണ്? എന്തായാലും അവർ ഒരു സഹായം ചോദിച്ചു വന്നപ്പോൾ നമുക്കത് തട്ടിക്കളയാൻ കഴിയില്ല. ഒന്ന് നമ്മുടെ പാരമ്പര്യം അതാണ്. ദലൈലാമ, നമ്മൾ ഈ ചൈനയായിട്ട് യുദ്ധം ഉണ്ടാവും ഒരു പ്രധാനപ്പെട്ട കാരണം. ദലൈലാമയ്ക്ക് നമ്മൾ അഭയം കൊടുത്തുന്നുള്ളൂ. നമ്മളന്ന് ചൈനയായിട്ട് നല്ല ബന്ധമുള്ള സമയത്താണ്. അത് നമ്മുടെ ഒരു പാരമ്പര്യമാണ്. മാത്രമല്ല ബുദ്ധമതം എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഇന്ത്യയിലാണ് ഹിന്ദുമതത്തിൻ്റെ ഒരു അവാന്തര വിഭാഗം എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിഭാഗമാണ്. അപ്പം നായന്മാരുടെ ഈഴവരുടെ ആചാരങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല പല കാര്യങ്ങളും. അതേപോലെ ഉള്ള വ്യത്യാസങ്ങളിലും ബുദ്ധമതവും ഈ മെയിൻ വൈദിക മതവും തമ്മിലുള്ള അല്ലെങ്കിൽ ഹിന്ദുമതവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക്കലി അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ടിബറ്റ് ഒരു സ്വതന്ത്രമായ രാജ്യമായി നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു. ചൈന പിടിച്ചെടുക്കുന്ന നമുക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അതുപോലെ ഷെയ്ഖ് ഹസീന നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ വന്ന ഒരാളാണ്. അല്ലെങ്കിൽ അവർക്ക് അമേരിക്കനോട് യെസ് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാണ് ഒരു 10 വർഷം കൊണ്ട് നോർത്ത് ഈസ്റ്റിലൊരു അമേരിക്കൻ രാജ്യം വരുമായിരുന്നു. ഈസ്റ്റ് തിമോർ, സൗത്ത് സുഡാനൊക്കെ പോലെ ഒരു രാജ്യം വരുമായിരുന്നു.
അവരത് ചെയ്യുന്നില്ല, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തതാണ്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ നാളെ ആരും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാൻ വിശ്വസിക്കാനേ വരില്ല. അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ നമ്മളെ വിശ്വസിച്ച ഒരു രാജ്യത്തെ ഒരു രാഷ്ട്ര നേതാവിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ല നാളെ നമ്മളാരും വിശ്വസിക്കാതെ വരും. ഈ അമേരിക്കൻ്റെ പോലെയാണ്. അമേരിക്കൻ എന്നിട്ട് ആളുകൾ വിശ്വസിക്കുന്നത് വെച്ചാൽ അവരെ ഒരു ഇന്റർനാഷണലി അവരൊരു വെട്ടുകാട് സാഹുവൊക്കെ നല്ല ആളാണ്. നമ്മളെ ഒരു വൃത്തിയുടെ ഗുണ്ടനെ വരുന്നത് ദാവൂദ് ഇബ്രാഹിം ആയതുകൊണ്ടാണ് ഈ അമേരിക്ക. അപ്പം ഈ പറയുന്ന പോലെ ഇവരൊരു ഇന്റർനാഷണലി ഒരു വലിയൊരു ഏറ്റവും വലിയ പവർ ആയതുകൊണ്ടാണ് എന്നിട്ട് ആളുകളെ വിശ്വസിക്കുന്നത്. നമ്മളെപ്പോലെ ആളുകൾക്ക് നമ്മളെല്ലാം വിശ്വാസമാണ് പ്രധാനം. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു സിഗ്നലാണ്. നമ്മളെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ സംരക്ഷിക്കുക, അത് നമ്മുടെ നിലപാടാണ്. പിന്നെ മാത്രമല്ല അവരെ മുമ്പേ നമ്മളല്ലേ സംരക്ഷിക്കുക. അവര് വെടിയേൽക്കാതെ അന്ന് അവര് പോകാൻ രാജ്യത്തായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നെ അവരെ പഠിപ്പിച്ച മൊത്തം നമ്മളാണ്. അല്ല, അവർ ഇന്ത്യയിലേക്ക് വന്നപ്പോഴും ഈ ആവേശ ടീം ഉണ്ടല്ലോ, അപ്പൊ ഈ അവർ ഇന്ത്യയിൽ എത്തിച്ചു. ആ ടീം ഇപ്പോൾ പറയുകയാണ് എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ ഇന്ത്യ അടിച്ചില്ല എന്ന് ചോദിക്കുകയാണല്ലോ. ബംഗ്ലാദേശ് ഇന്ത്യ അടിച്ചാൽ ഇന്ത്യ 4 കഷ്ണമായി പോകേ. ഇന്ത്യ 4 കഷ്ണമാവും. അത് ബംഗ്ലാദേശ് ഭസ്മായി പോകും. പക്ഷെ ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ഇന്ത്യ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യാൻ കാത്തിരിക്കുകയാണ് അമേരിക്ക. അന്നപ്പോൾ ഒരു സ്വന്തം പരമാധികാര രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടു, ഏകപക്ഷീയമായി യുദ്ധം തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇന്ത്യക്ക് ചില ഉപരോധത്തോടും കൂടെ പട്ടിണിയാവും. ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ആളുകൾ കൂലി കൊടുക്കാൻ പറ്റാത്ത പണ്ട് ഉപരോധങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അത് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തിയതിന് ബന്ധപ്പെട്ട് നോർമലായിട്ട് സാധാരണ ഉപരോധം അതല്ല. സദ്ദാം ഹുസൈൻ പിടികിട്ടുണ്ടോ? ആരായിരുന്നു സദ്ദാം ഹുസൈൻ? ഇസ്രായേലിന് വരെ പേടിയായിരുന്നു. ആ സദ്ദാം ഹുസൈൻ അബദ്ധം കാണിച്ചു. ഇതേമാതിരി കുവൈറ്റ് ചെയ്ത് ഞാൻ കക്കാൻ വെച്ചു, ഇയാൾ ഓയിൽ കക്കുന്നു തോന്നുന്നു. അവസാനം എന്ത് സംഭവിച്ചു? ഇത് പറഞ്ഞുകൊണ്ട് യുഎന്നിന്റെ നേതൃത്വത്തിലാണ് വരിക. എന്തെന്ന് വരിക? സാങ്ഷനും യുദ്ധവും വരിക. അങ്ങനെ UN വിരോധം പ്രഖ്യാപിച്ചു. വിരോധം പ്രഖ്യാപിച്ചിട്ട് ആ യുദ്ധത്തെ തോൽപ്പിച്ചു ആദ്യം. എന്നിട്ട് പിന്നെ വിമാനങ്ങൾക്ക് പറക്കാൻ പാടില്ലാത്ത മേഖലകളൊക്കെ ഉണ്ടാക്കി ആ രാജ്യത്ത് നിരായുധീകരിച്ചു. പിന്നെ ഉപരോധം മൂലം കൂടി പട്ടിണിയും ദാരിദ്ര്യമായി. ജനങ്ങൾ സദ്ദാം ഹുസൈനെതിരായി. എന്ന് മാത്രമല്ല, അവർക്ക് സദ്ദാം ഹുസൈൻ എന്തൊക്കെ ഫിനിഷ് ചെയ്യണം. സദ്ദാം ഹുസൈൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം അവർ ഇൻബിറ്റ്വീൻ തീർത്ത് കളഞ്ഞു. എന്നിട്ട് മാരകായുധങ്ങൾ കൈവശം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സദ്ദാം ഹുസൈനെ അറ്റാക്ക് ചെയ്ത് ഒന്നും ഇല്ലാതാക്കി. പിന്നെ നമ്മളൊരു 5-10 വർഷം കാലം കണ്ട അവിടെ കംപ്ലീറ്റ് അനാർക്കി ആയിരുന്നു. ആ അനാർക്കിയിൽ നിന്നാണ് IS ഉണ്ടായത്. ആ അനാർക്കിയിൽ നിന്നാണ് ഇന്ന് സിറിയനെ തകർത്ത ടീം ഉണ്ടായത്. ഇത് ഇപ്പോഴും അവിടെ ഒരു കൃത്യമായ പോലീസ് സംവിധാനം ഒന്നുമില്ല. രാജ്യം തകർന്ന് തരിപ്പണമായിപ്പോയി. ഇങ്ങനെ ഒരു രാജ്യം തകർന്ന് തരിപ്പണം ആദ്യം സമയം വേണ്ട. ഇന്ത്യ വളരെ എളുപ്പമാണ്. തക്കം കിട്ടിയ ഇന്ത്യ വിട്ടു പോകാൻ കാത്തിക്കുന്നവരാണ് ദ്രവീഡിയൻസ്, നോർത്ത് ഈസ്റ്റുകാർ. മറ്റെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു രാജ്യം ഉണ്ടാക്കാൻ നോക്കുന്ന വേറെ ചില, ഞാൻ പേര് പറഞ്ഞിട്ട് കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്നില്ല. അതുപോലെ കാശ്മീർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബംഗാളികളെ പറ്റിയിട്ടൊക്കെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പം ഞാനത് കൂടുതൽ പറയുന്നില്ല. ഇന്ത്യയെ തകർക്കാൻ താരതമ്യേന വളരെ എളുപ്പമാണ്. നമ്മളതൊരു അബദ്ധം കാണിച്ചാൽ മതി. അതുകൊണ്ട് ഈ ആവേശ കമ്മിറ്റിക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ നിന്ന് പോകണ്ടേ. അത് നിന്ന് പോകണമെങ്കിൽ സൂക്ഷ്മതയോട് കൂടി ഇടപെടണം. അതുകൊണ്ടാണ് നെഹ്റു തൊട്ട് മോഡി വരെയുള്ള ആളുകൾ ഒന്നും എടുത്തിയാടത്തിന് പോകുന്നത്. ഈ കൂട്ടത്തിൽ എടുത്തിയാടത്തിന് പോയ ആൾ നെഹ്റു എന്ന് ഞാൻ പറഞ്ഞു. അത് ചൈനയെ കൂടുതലായിട്ട് വിശ്വസിച്ചിട്ട് പല കാര്യങ്ങളും മൂപ്പർ എടുത്തിയാടിയിരുന്നു. അതിൻ്റെ അബദ്ധം മൂപ്പർക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മോഡി നമ്മൾ വിചാരിച്ച് എടുത്തിയാടുന്നു. മോഡി എടുത്തിയാടുന്നില്ല. അതിന് കാരണം അങ്ങനെ സിറ്റുവേഷൻ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.